അഷ്കർ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ സർക്കാരും പാർട്ടിയും പ്രതിരോധത്തിലാവുകയാണ്. ഇന്നലെ എം വി ഗോവിന്ദൻ ഇതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അൻവറിന്റെ ആരോപണങ്ങളെ തള്ളുകയോ കൊള്ളുകയോ ചെയ്തില്ല. പക്ഷേ ഇപ്പോൾ പി ശശിക്കെതിരെ വരെ ആരോപണങ്ങൾ എത്തുമ്പോൾ എന്തായാലും പാർട്ടി അന്വേഷിക്കണമെന്ന് പി വി അൻവർ ആവശ്യപ്പെടുമ്പോൾ ഒരു മറുപടി പറഞ്ഞേ മതിയാകൂ, മുഖ്യമന്ത്രി മറുപടി പറഞ്ഞേ മതിയാകൂ എന്ന നിലയിലെത്തിയിരിക്കുന്നു. ശരിയാണ് വിനീത, പക്ഷേ ഇത് അത്ര എളുപ്പം മറുപടി പറഞ്ഞു പോകാൻ പറ്റുന്നതല്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ വലിയ കൂടിയാലോചനകൾക്ക് ശേഷമേ ഇനിയൊരു മറുപടി പറയാൻ കഴിയൂ. സാധാരണഗതിയിൽ ഇത്തരം പ്രതികരണങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ CPIM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അപ്പോൾ തന്നെ മാധ്യമങ്ങളെ കാണുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. നേരത്തെ എല്ലാ മാധ്യമങ്ങളും പോയി നേരിട്ട് സംസാരിച്ചിട്ടും പിന്നീട് പ്രതികരിക്കാം എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഗ്രാവിറ്റി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ്. വിനീത, ഭരണപക്ഷ MLA ആണ് പി വി അൻവർ. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇത്രയേറെ പ്രസക്തമാകുന്നതും. മുഖ്യമന്ത്രി അറിയാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ആഭ്യന്തര വകുപ്പ് ADGP അജിത് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം സമാന്തര ഭരണം നടത്തുന്നു എന്ന ഗുരുതരമായ ആരോപണമാണ് ഭരണപക്ഷ MLA ആയ പി വി അൻവർ ഉയർത്തുന്നത്. അതിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും CPIMൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും പാർട്ടിയിലെ കരുത്തനുമായ പി ശശി എല്ലാവിധ സഹായവും ചെയ്തു കൊടുക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് പി വി അൻവർ പറഞ്ഞു വയ്ക്കുന്നത്. മാത്രമല്ല, ഇവരുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വളരെ വ്യക്തമായാണ് പി വി അൻവർ പറയുന്നത്. അതായത് വളരെ പ്രിപ്പയർ ചെയ്ത് വന്ന ഒരു വാർത്താ സമ്മേളനമായിരുന്നു പി വി അൻവറിൻ്റേത് എന്നുള്ളതാണ്. ഏതൊക്കെ രീതിയിലാണ് പി വി അൻവർ പറയുന്നത് പോലെ ADGP MR അജിത് കുമാർ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ കൂടി സഹായത്തോടെ ഒരു വലിയ സംഘമായി ചേർന്ന് ചെയ്യുന്നത് എന്ന് ഒന്നൊന്നായി വിശദീകരിക്കുകയാണ്. തുടങ്ങിയത് ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ വിനീത. അതായത് വാർത്താ സമ്മേളനം തുടങ്ങുന്നത് ഈ ഭാഗമായിരുന്നു. അതായത് പി വി അൻവറിൻ്റെ മണ്ഡലത്തിൽ വെച്ച് നടന്ന നവകേരള സദസ്സ്, ആ നവകേരള സദസ്സ് അലങ്കോലപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു വിഭാഗം യൂട്യൂബർമാർ വരുന്നു. ആ സമയത്ത് പോലീസ് ഇടപെടാതെ മാറി നിൽക്കുന്നു. ആ സമയത്ത് അവരെ DYFI പ്രവർത്തകർ തടഞ്ഞു മാറ്റുന്നു, അവരെ ബലം പ്രയോഗിച്ചു മാറ്റുന്നു. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത ദിവസം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തുന്നു, ഇത് തടയാൻ ഒരു കൂട്ടർ ശ്രമിച്ചിട്ടുണ്ട് എന്ന്. അതിനുശേഷം ഈ പോലീസ് ചെയ്തത് ഈ DYFIക്കാരെ ഗുരുതരമായ വകുപ്പുകൾ ഉൾപ്പെടുത്തി ഇവരെ ജയിലിലേക്ക് അയക്കുകയായിരുന്നു എന്ന ഗുരുതരമായ ആരോപണം പി വി അൻവർ ഉന്നയിക്കുന്നതിലൂടെ ആദ്യത്തെ കാര്യം വ്യക്തമാക്കുന്നു. അതായത് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം കേൾക്കാത്ത പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയാകുന്നു. മാത്രമല്ല, മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ നേരെതിരായിട്ട് MR അജിത് കുമാറിൻ്റെ കീഴിലുള്ള SP-യും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും പെരുമാറുന്നു എന്നുള്ളത്. അതിനർത്ഥം ഇതിൻ്റെ സംഘം പ്രവർത്തിക്കുന്നത് സർക്കാരിനെതിരെയാണ് എന്നുള്ളതാണ്. അതോടൊപ്പം BJP-യും അതുപോലെ തന്നെ കോൺഗ്രസിനെയും എങ്ങനെ സഹായിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞു പോവുകയാണ്. ഇതൊരു രാഷ്ട്രീയ വിസ്ഫോടനം ഉണ്ടാക്കുന്നത് തന്നെയാണ്. വരും മണിക്കൂറിൽ അതിൻ്റെ പ്രതികരണത്തിലേക്ക് കൂടി പോകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് വിനീത. അതുതന്നെയാണ് മന്ത്രിമാരുടെയും പാർട്ടി നേതാക്കളുടെയും ഉൾപ്പെടെ ഫോൺ കോളുകൾ ചോർത്തുന്നു MR അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ. അതിനായി സൈബർ സെല്ലിൽ പ്രത്യേക സംഘമുണ്ട് എന്നുകൂടിയാണ് പി വി അൻവർ പറഞ്ഞു വയ്ക്കുന്നത്. ഏതായാലും ഇതിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷം രംഗത്തെത്തിക്കഴിഞ്ഞു. എന്താണ് MR അജിത് കുമാറിന് മേൽ ഇത്ര ബലമായി പി വി അൻവർ ആരോപിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ തെളിവുകൾ എന്താണ് അദ്ദേഹത്തിന്റെ പക്കലുള്ളത്? നമുക്ക് വിശദമായി പരിശോധിക്കാം.